ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും അമൃതപ്പൊടി പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണേ. അതിനായിട്ട് ആദ്യം അമൃതപ്പൊടി ഒരു പാനിൽ നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കുക തന്നെ വേണം കേട്ടോ, എന്നെങ്കിൽ അതിൻ്റെ ഒരു പച്ച മണം പോവുള്ളൂ. അതിനാണ്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ശർക്കര ആവശ്യത്തിന് മധുരം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലാത്തൊരു സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അമൃതപ്പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ട്, അപ്പോൾ കുറച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം വേണ്ട, അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ശർക്കര പാവ് പോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ വല്ലാണ്ട് തിക്കാവുകയും വേണ്ട, ആ ഒരു ടൈപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നന്നായിട്ട് കുറുകി വരണം. ഒന്ന് നന്നായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അത് വരത്തേക്ക് നമുക്ക് നോക്കിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു സംഭവം കൂടെ റെഡിയാക്കി എടുക്കാണ്ട്. അത് വേറൊന്നുമല്ല, കുറച്ച് തേങ്ങ ചിരകിയത് ഇതുപോലെ ഒരു ജാറിലിട്ടിട്ടുണ്ട്. തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു 3 ഏലക്ക ഞാൻ അവിടെ ചേർക്കുന്നുണ്ട്. അത് അമൃതപ്പൊടിയുടെ ആ പച്ചക്കുത്തലൊന്നും കൂടെ പോയി നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ഏലക്കായ കുരു കളഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. അതുപോലെ ഇടാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്നുണ്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ, നന്നായിട്ടാവണ്ട. എന്നിട്ട് നമുക്ക് അമൃതപ്പൊടീൻ്റെ മിക്സിലേക്ക് ചേർത്ത് അതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അതിലേക്കൊരു ഇതാണ് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം. ഇതിൻ്റെ ടേസ്റ്റ് മാറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അവിലാണ്, ഏത് അവിലാണോ ഉള്ളത് അത് ചേർക്കുക. എൻ്റെ അടുത്തുള്ളത് ഒരു കട്ടിയില്ലാത്ത ആ ഒരു കാണിച്ച അവിലായിരുന്നു. അപ്പോൾ അവിൽ വറുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ചേർത്ത് മൊത്തത്തിൽ ഒന്നും കൂടെ കൈ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ബോൾസ് ആക്കിയെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിൽ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എന്നാൽ അമൃതപ്പൊടിയാണെന്നേ അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക. എനിക്ക് അമൃതപ്പൊടി ഇഷ്ടമല്ല, എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായി തോന്നി. എന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മഴക്കാലത്ത് വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടി വേണം തോന്നി നിൽക്കുന്നവരാണെങ്കിൽ അമൃതപ്പൊടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ബൗൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഡുവെന്നോ അമൃതപ്പൊടീൻ്റെ ലഡുവെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വിളിക്കാം. കട്ടൻ ചായയും ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.